ഹറൂക്കി മുറക്കാമി ഇന്ന് ജപ്പാനിൽ അല്ലെങ്കിൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരിൽ വളരെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. ജപ്പാൻ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ. 76 വയസ്സോളം അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ അദ്ദേഹം നേടിയിട്ടുള്ളതാണ്. ചിന്തകനാണ്, എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്. എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ഒരു സർറിയലിസം എങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുടെ, അതിൽ പ്രത്യേകിച്ച് നോവലുകളുടെയും ചെറുകഥകളുടെയും വലിയൊരു പ്രത്യേകത. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകം 2007 അദ്ദേഹം പ്രസിദ്ധീകരിച്ച വാട്ട് ഐ ടോക്ക് അബൌട്ട് വെൻ ഐ ടോക്ക് അബൌട്ട് റണ്ണിങ്. അദ്ദേഹം ഒരു ലോങ് ഡിസ്റ്റൻസ് ഓട്ടക്കാരനാണ്. 3 കിലോമീറ്റർ ഓടുന്ന ഒരു ഓട്ടം ജപ്പാനിൽ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നീണ്ട ഓട്ടത്തിൻ്റെ ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു പുസ്തകമാണ്, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പുസ്തകവും. ആ പുസ്തകത്തിനകത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണമാണ് ഈ വേദനയും കഷ്ടപ്പാടുകളും സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന അടുത്തൊരു ചിന്ത. അദ്ദേഹം പറയുന്നുണ്ട്, പെയിൻ ഈസ് ഇന്നെവിറ്റബിൾ ബട്ട് സഫറിങ് ഈസ് ഓപ്ഷണൽ. വേദന ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ കഷ്ടപ്പെടണോ വേണ്ടയോ എന്നുള്ളത് ഓപ്ഷണലാണ്. അത് പറയാൻ കാരണം അദ്ദേഹം ഈ ഓട്ടത്തെക്കുറിച്ച് ആ പുസ്തകത്തിൽ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ എറോബിക് റെസ്പിറേഷനും അനറോബിക് റെസ്പിറേഷനും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. വളരെ ശാസ്ത്രീയമായിട്ട് ഇവയെല്ലാം വിശദീകരിക്കുന്ന പുസ്തകമാണ്. പക്ഷെ എന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ് വളരെ ചിന്തോദ്ദീപകമായിട്ടുള്ളത്. വേദന ഈ ലോങ് ഡിസ്റ്റൻസ് ഓട്ടക്കാർക്കെല്ലാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിതത്തിലുള്ള ഏത് മേഖലയിൽപ്പെട്ടവർക്കും വേദന ഇൻഎവിറ്റബിളാണ്, ഒഴിവാക്കാനാവാത്തതാണ്. പക്ഷേ കഷ്ടപ്പെടണോ വേണ്ടയോ എന്നുള്ളത് ഓപ്ഷണലാണ്. കഷ്ടപ്പാട് സഹിക്കാൻ നമ്മൾ തയ്യാറാവുമ്പോൾ, അല്ലെങ്കിൽ കഷ്ടപ്പെടുവാൻ നമ്മൾ തയ്യാറാവുമ്പോൾ വേദന ഉണ്ടാവും. അങ്ങനെ വേദന ഉണ്ടായാൽ മാത്രമേ നമുക്ക് കഷ്ടപ്പാടിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ രത്ന ചുരുക്കം. നോ പെയിൻസ് നോ ഗെയിൻസ് എന്ന് പറഞ്ഞ് നമ്മെ കൊച്ചു ചെറുപ്പത്തിൽ പഠിപ്പിച്ചിരുന്നതിൻ്റെ ഒരു മറുരൂപം എന്ന് മാത്രമേ ഉള്ളൂ. എവിടെ വേദന നമ്മൾ ഒഴിവാക്കുന്നു അവിടെ ഗെയിൻസ് ഉണ്ടാവത്തില്ല, നേട്ടമൊന്നും ഉണ്ടാവത്തില്ല. നേട്ടം ഉണ്ടാവണോ വേദന സഹിക്കാൻ തയ്യാറാണ്. വേദന സഹിക്കാൻ തയ്യാറാണെങ്കിലും കഷ്ടപ്പെടാനായിട്ട് തയ്യാറാണ്. അപ്പോൾ കഷ്ടപ്പെടാനായിട്ട്, അധ്വാനിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്ട് തയ്യാറാകുമ്പോൾ അതിൻ്റെ കൂടപ്പിറപ്പുകളായിട്ടുള്ള ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും വേദനകളൊക്കെ ഉണ്ടാവും. അതുണ്ടായാൽ മാത്രമേ അതിൽ നിന്നും ഗെയിൻസ് ഉണ്ടാവുകയുള്ളൂ. സോ ഈ ഹറുക്കാമിയുടെ ചിന്തയുടെ വളരെ നല്ലൊരു വശമെന്ന് പറയുന്നത്, ഇത് ഒഴിവാക്കാനാവാത്ത ഒന്നാണ് വേദന, കഷ്ടപ്പാടിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ കഷ്ടപ്പെടണമോ വേണ്ടയോ എന്നുള്ളത് ഓപ്ഷനാണ്. കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ വേദന ഉണ്ടാവും. ആ വേദന ഉണ്ടായല്ലോ, നമ്മുടെ ചെറുപ്പത്തിൽ നിന്ന് പഠിപ്പിച്ച മാതിരി ഗെയിൻസ് ഉണ്ടാവും. അതുകൊണ്ട് കഷ്ടപ്പെടണമെന്നുള്ളത് നമ്മുടെ ഓപ്ഷനാണ്. ആ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്താൽ വേദന ഉണ്ടാവും. വേദന ഉണ്ടായാലോ അതിൻ്റെതായ ഗെയിൻസ് ഉണ്ടാവും. അതുകൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വേദന സഹിച്ച് നല്ല നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.